പെങ്ങളെ നിനക്കൊക്കെ പഠിക്കാനുള്ള ചരിത്രമാണ്. അതാ തുലിവെളുത്ത ഒരുത്തനെ കാണുമ്പോ അള്ളാന്റെ ദീന് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന പെൺകുട്ടികളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തുന്ന പെണ്ണുങ്ങള്, ആ പെൺകുട്ടികളെ വളച്ചിട്ട് വിളിച്ചിറക്കി കൊണ്ടുവരുന്ന ചെറുപ്പക്കാരാ, പാടാ മോനെ, പഠിക്കാനൊരു ചരിത്രം പറഞ്ഞു തരാം. പടച്ചവനെ യുദ്ധത്തിന് കടന്നു പോകുന്ന വഴിയിലാണ് അതാ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരന് വല്ലാത്ത ആഗ്രഹം തോന്നുകയാ. ഒരു ചെറുപ്പക്കാരന് വല്ലാത്ത ആഗ്രഹം തോന്നി. പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ തന്റെ ആഗ്രഹം ആ പെണ്ണിനോട് പറയാൻ തീരുമാനിച്ചു. കൂടെ പോയവർ പറഞ്ഞു, അല്ലാഹുവേ പാപമാ ചെയ്യല്ലേ. പക്ഷേ ആ ചെറുപ്പക്കാരനൊന്നും കേട്ടില്ലടോ. ആ സുന്ദരിയായ പെണ്ണിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വേണമെന്ന് പറയുമ്പോ ആ പെണ്ണ് പറയുകയാ, നിനക്ക് ഞാൻ സമ്മതിച്ചു തരാം, പക്ഷേ നീ യഹൂദ മതത്തിലേക്ക് കടന്നു വരണം, എന്റെ മതത്തിലേക്ക് കടന്നു വന്നാൽ ഞാൻ നിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ചു തരാം. ആരെന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് യഹൂദ മതം സ്വീകരിക്കുകയാണ്. ആ പെണ്ണുമായി അവിടെ നിന്ന് ആ പെണ്ണുമായി അങ്ങ് കൂടുകയാണ്. ചരിത്രം പറയുകയാ, ആ യുദ്ധം പോലും പരാജയമില്ലേ വാപ്പാ, പറയണം വാപ്പാ, അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു അധികാരമാണ്, അത് പടച്ച റബ്ബ് നിനക്ക് തന്നിരിക്കുന്ന ഒരു സ്ഥാനമാണ്. നിന്റെ കുടുംബത്തിലെ കാരണവനാണ് നീ. നിന്റെ കുടുംബത്തിൽ വൃത്തികേടുകൾ നടന്ന എഴുന്നേറ്റ് നിന്ന് പറയാനുള്ള അവകാശം നിനക്കല്ല തന്നതാ. ഇവരുടെ ആരുടെയും ഔദാര്യമല്ല, ആരുടെയും ഔദാര്യമല്ല, അത് പടച്ച റബ്ബ് നിനക്ക് തന്നിരിക്കുന്ന അധികാരമാ. എഴുന്നേറ്റ് നിന്നിട്ട് പറയണേ. ഇത് പറയുമ്പോ നിങ്ങളിൽ പലരും പറയുന്ന ഒരു മറുപടിയുണ്ട്, ഞാൻ പറഞ്ഞാൽ ആരും അനുസരിക്കില്ല, ഞാൻ പറഞ്ഞാൽ എന്നെ ഒറ്റപ്പെടുത്തും, എല്ലാവരും കളിയാക്കും, കൂടെ കടന്നവൾ പോലും നിന്റെ കൂടെ നിൽക്കില്ല, സ്വന്തം മക്കൾ വരെ നിനക്കെതിരാകാം വാപ്പാ. എന്നാ നീ എന്തിനാ പേടിക്കുന്നത്? അവര് വേണമെങ്കിൽ അനുസരിക്കട്ടെ, അവര് വേണമെങ്കിൽ ചെയ്യട്ടെ, അവര് നിന്നെ കളിയാക്കട്ടെ, പരിഹസിക്കട്ടെ. നിനക്കല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? കണ്ണിന്റെ മുമ്പിൽ തെറ്റ് നടക്കുന്നത് കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞാല് അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാണ്. നല്ലതുപോലെ കേൾക്കണേ ഉമ്മമാര്, ഞാൻ പറയുന്നത് പ്രായമുള്ള ഉമ്മമാരോടാണ്. നിന്റെ കണ്ണിന്റെ മുമ്പിൽ വൃത്തികേടുകൾ നടക്കുമ്പോ, അത് മകള് ചെയ്താലും കൂടപ്പറപ്പ് ചെയ്താലും മകളുടെ മകള് ചെയ്താലും പറയാൻ പേടിക്കേണ്ട ഉമ്മ, പാപമാണ്, തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണേ. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുന്നില്ലേ പെങ്ങള്? വല്ലാത്ത ചൂടാണ് ഉസ്താദ്, വല്ലാതെ ശരീരം വിയർക്കുന്ന ഉസ്താദ്. ഇതൊന്നും ഒരു ചൂടല്ലടോ. 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യൻ അസ്തമിച്ച് 10 മണിയായി, എന്നിട്ട് പോലും നമുക്ക് ചൂടെടുക്കുകയാണ്, നമ്മുടെ ശരീരം വിയർക്കുകയാണ്. എന്നാ ചെമ്പിന്റെ തറയിൽ നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് ഒരു ചാണ് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ, അന്ന് എന്റെയും നിങ്ങളുടെയും തലയുടെ ഒരു ചാണ് മുകളിലാ. അന്നാണടാ ചെറുപ്പക്കാരാ ചൂടുള്ളത്, അന്നാണ് വിയർക്കുന്നത്. ഇന്നത്തെ വിയർപ്പൊന്നുമൊന്നുമല്ല മോള്, ചൂടുള്ള നാളുണ്ടേ, ഖിയാമം നാളാ.